തേപ്പ് കഴിഞ്ഞിട്ടുള്ള നനവ് ഞാൻ ഞായറാഴ്ചത്തോടെ അവസാനിപ്പിച്ചു കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മൂച്ചിത്തയ്യനും ചെടികൾക്കും നനച്ച് പോന്നിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇന്ന് നനച്ച് പോരട്ടെ എഴുതിയാണ്ട് പോയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ നനച്ച് പോരാ എഴുതി ദിലുവിനെയും കൂട്ടി ഞാൻ പോയതാണ്. സ്ഥലം വാങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇഷ്ടത്തിൽ എല്ലാം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇടയ്ക്കൊന്ന് വെള്ളം പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതാകെ വാടിപ്പോകട്ടെ. അപ്പോൾ പിന്നെ എനിക്കൊരു സങ്കടക്കാരം. അപ്പം മഴയൊക്കെ പോയല്ലോ, മഴ ഉള്ള സമയത്തൊക്കെ തൊട്ടാവാടി മുള്ളിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുങ്ങാണ്ട് ആകെ കിടക്കാമെന്ന്. പിന്നെ ഞാനൊക്കെ വലിച്ച് ഒഴിവാക്കി വിട്ടതാണ് കേട്ടോ. എല്ലാവരും പോയി ഇരുന്നതിന് ശേഷമാണ് ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കുക. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ അതിന് മുന്നേ തന്നെ തുടങ്ങിയിരിക്കുന്നു. സ്ഥലം വാങ്ങിയപ്പോൾ തന്നെ ഈ കുഴിച്ചിട്ടുണ്ടാക്കൽ തുടങ്ങിയിരിക്കണം. ഇനി ഇപ്പുറത്തെ ഈ സ്ഥലം ഒരു കൂട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരും കൂടി ഞാൻ വന്നിരിക്കുമ്പോഴത്തേനും വന്നാൽ എനിക്കൊരു സമാധാനമായിരുന്നു. ഈ റബ്ബറിൻ്റെ നടുവത്തെ ഒരു വീട്ടുവളപ്പിലെ ഒരു ഒഴിഞ്ഞ കിണറ്റിൽ നിന്നാണ് നമുക്ക് വെള്ളം കേട്ടോ. ഒരുപാട് സർവീസ് വയറും പൈപ്പൊക്കെ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നേരെ മോട്ടർ പുഴയ്ക്ക് ഇടണമെന്നാണ് കരുതിയിരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവരടുത്ത് ചോദിച്ച സമ്മതം ചോദിച്ചെങ്ങാണ്ട് നേരെ അയക്കിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ദിലും ഉണ്ടായിരുന്നു എൻ്റെ അപ്പം. അവൻ മുന്നിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. സ്കൂട്ടി ഞാൻ ചളിയില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരലുണ്ട്. അപ്പോൾ ആ താപ്പിൽ അവൻ നിർത്തുങ്ങാണ്ട് പോയിങ്ങാണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കും റോഡിൻ്റെ അവിടെ. ഇനിയിപ്പോൾ മദ്രസക്ക് പോകാനൊക്കെ ആൾക്കാർ അങ്ങോട്ട് വന്നാൽ അവർക്ക് ദൂരം കൂടുതലാണ് ഇവിടുന്ന് വന്നാൽ. അപ്പം നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.